ദോസ്തോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഷാലു ഹിന്ദി മഞ്ചിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നു നിങ്ങളെല്ലാവരും റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ലിംഗ്, ജെൻഡർ. ജെൻഡർ ക്യാ ഹേ? ലിംഗ്. ലിംഗം എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗവുമുണ്ട് പുല്ലിംഗവുമുണ്ട്. അതെങ്ങനെ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാമെന്നൊക്കെ നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടന്നാലോ. ലിംഗ് संख्या के जिस रूप से व्यक्ति या वस्तु स्त्री या पुरुष जाति का बोध हो उसे व्याकरण में लिंग कहते हैं. संख्या മീൻസ് क्या है? സംഖ്യ അല്ലെങ്കിൽ സംജ്ഞ എന്നൊക്കെയാവും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക. അതിൻ്റെ അർത്ഥം എന്താണ്? നൗൺ, പേര് എന്നാണ് അർത്ഥം. സഖ്യയുടെ സെപ്പറേറ്റ് വീഡിയോ നമ്മുടെ കേട്ടേറ്റ് കാറ്റഗറി 4 എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രാമർ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. കാണാത്തവർ അത് കണ്ടു നോക്കിയാൽ സംജ്ഞ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ലിംഗം എന്ന് പറഞ്ഞാൽ ഒരു നാമത്തിലൂടെ നമുക്ക് ഒരു വ്യക്തിയുടെയോ വസ്തുവിൻ്റെയോ സ്ത്രീയാണോ അതോ പുരുഷനാണോ എന്നുള്ള ആ ജാതിയുടെ അറിവ് നമുക്ക് ലഭിക്കുന്നുവെങ്കിൽ അതിനെ എന്തു പറയും? ലിംഗം എന്ന് പറയുന്നു. ഇനി ലിംഗത്തിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ലിംഗ കാ മത്ലബ് ഹേ ചിഹ്ന യാ നിഷാൻ. നിഷാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അടയാളം എന്നാണ് അർത്ഥം. അതായത് നമുക്ക് കിട്ടുന്ന ഒരു വേർഡ്സിൽ നിന്ന് നമ്മൾ ചിഹ്നമോ അടയാളമോ നോക്കിയിട്ടാണ് നമ്മൾ സ്ത്രീയാണോ പുരുഷനാണോ എന്നൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു നാമത്തിൽ നിന്നും നമുക്ക് അതിൻ്റെ ചിഹ്നം നോക്കിയിട്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? ലിംഗം ആണാണോ പെണ്ണാണോ എന്ന് മനസ്സിലാക്കാം. ഇവിടെ നോട്ട് ചെയ്യേണ്ട മറ്റൊരു കാര്യം, ഹർ ഏക് പ്രാണി യാ വസ്തു മേ പുരുഷ ജാതി കി ഹോഗി ഓർ സ്ത്രീ ജാതി കി ബി ഹോഗി. അങ്ങനെ പറഞ്ഞാൽ ഓരോ ജീവനുള്ളവയിലും ജീവനില്ലാത്ത വസ്തുക്കളിലും എല്ലാം നമുക്ക് സ്ത്രീലിംഗവും പുല്ലിംഗവും ലഭിക്കുന്നുണ്ട്. സഖ്യ കെ ഭി ദോ രൂപ് ഹേ. മത്തിനും 2 രൂപങ്ങളാണുള്ളത്. പെഹല അപ്രാണിവാചക് സഖ്യ, ദൂസര പ്രാണിവാചക് സഖ്യ. പ്രാണിവാചക് എന്ന് കേട്ടപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് വന്നിട്ടുണ്ടായിരിക്കും. ഒന്നുമല്ല, നമ്മൾ പറഞ്ഞത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അതായത് ജീവനില്ലാത്തവയും ജീവനുള്ളവയും. ഓരോന്ന് പഠിപ്പിക്കുമ്പോഴും അതിൻ്റെ ക്ലിയറായ രീതി പഠിപ്പിക്കണം എന്നതുകൊണ്ട് മാത്രമാണ് ഈ രൂപം കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. പ്രാണിവാചക സഖ്യയ്ക്ക് ഉദാഹരണങ്ങളാകുന്നു ലോട്ട, പ്യാലി, പത്ത. അതായത് ലോട്ട എന്ന് പറഞ്ഞാൽ മൊന്ത അല്ലെങ്കിൽ മുരട എന്നൊക്കെ പറയാറില്ലേ, വെള്ളമൊഴിച്ച് വെക്കുന്ന പാത്രം. അതുപോലെ തന്നെ പ്യാലി കപ്പ്, അതുപോലെ പത്ത ഇല. പ്രാണിവാചകം എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവനുള്ളവ എന്നാണ് അർത്ഥം. അതെല്ലാവർക്കും അറിയുന്നതാണ്. അതിനുള്ള ഉദാഹരണങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഗോഡ, ഗോഡി, മാതാ, പിത. പെട്ടെന്ന് ക്ലിയർ ആവുന്ന 2 ഉദാഹരണങ്ങൾ കൊടുത്തന്നേ ഉള്ളൂ. ഗോഡ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോഴ്സ്, കുതിര. ഗോഡി എന്ന് പറഞ്ഞാൽ പെൺകുതിര. മാതാ, പിത, അമ്മയും അച്ഛനും. ജെൻഡർ ഈസ് ദി സിമ്പിൾ ബൈ വിച്ച് വി ഡിസൈഡഡ് വെദർ ദി നൗൺ ഈസ് റിലേറ്റഡ് ടു മെയിൽ സെക്സ് ഓർ ദി ഫീമെയിൽ സെക്സ്. പുല്ലിങ്ക്, masculine gender. A noun that denotes a male sex will be in masculine gender. Definition അത് വിട്ടുപോയത് താഴെ എഴുതിയിട്ടുണ്ട്. പുരുഷജാതിക്ക് ബോധക രൂപക്കോ പുല്ലിംഗ് कहते हैं. പുരുഷജാതിയുടെ അറിവ് ലഭിക്കുന്നതിനെ പുല്ലിംഗമെന്ന് പറയുന്നു. കുറച്ച് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആത്മി, മാലി, ബേട്ട, ബച്ച, ഫൂൽ, നാടക്, പർവത്, പേട്, ഷേർ. ബൈൽ, ബായി, ഗോഡ, ലോഹ. ആത്മി മനുഷ്യൻ, മാലി തോട്ടക്കാരൻ, ബേട്ട മകൻ, ബച്ച കുട്ടി, ഫൂൽ പുഷ്പം, നാടക് നാടകം, പർവത് പർവ്വതം, പേട് വൃക്ഷം, ഷേർ സിംഹം, ബൈൽ കാള, ബായി സഹോദരൻ, ഗോഡ കുതിര, ലോഹ ഇരുമ്പ്. അടുത്തത് നോക്കാം സ്ത്രീലിംഗ് എന്താണെന്ന്. स्त्री जाति के बोधक रूप को स्त्रीलिंग कहते हैं. A noun that denotes a female sex will be in feminine gender. അതായത് ഏത് നാമത്തിലൂടെയാണോ സ്ത്രീ ജാതിയുടെ അറിവ് നമുക്ക് ലഭിക്കുന്നത് അത്തരം നാമങ്ങളെ എന്തു പറയുന്നു? സ്ത്രീലിംഗ ശബ്ദം എന്ന് പറയുന്നു. പല മക്കൾക്കുമുള്ള ഡൗട്ടാണ് ശബ്ദം എന്ന് പറഞ്ഞാൽ സൗണ്ട് ആണോ എന്ന്. സൗണ്ട് അല്ല, ഹിന്ദിയിൽ ശബ്ദത്തിൻ്റെ അർത്ഥം എന്താണ്? വേർഡ്സ് എന്നാണ് അർത്ഥം. അത് പ്രത്യേകം മൈൻഡിൽ വെക്കുക. സ്ത്രീലിംഗത്തിന് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. ഔരത് സ്ത്രീ, കുർസി കസേര, ബക്കരി ആട്. പുല്ലിംഗ് ശബ്ദ്, മസ്കുലൈൻ വേർഡ്സ്. ദി ഹിന്ദി വേർഡ്സ് എൻഡിങ് വിത്ത് ആ ആർ मस्कुलाइन. इन शब्दों के अंत में आ आते हैं वे पुल्लिंग हैं.
അതായത് ഏത് വേർഡ്സിൻ്റെ അവസാനത്തിലാണോ ആയിൽ അവസാനിക്കുന്നതായി കാണുന്നത് അത്തരം വേർഡ്സുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 75% മാത്രം നമുക്ക് പുല്ലിംഗമാണെന്ന് മനസ്സിലാക്കാം. ഇത് പുല്ലിംഗം പഠിച്ചെടുക്കുവാനുള്ള ഫസ്റ്റ് ട്രിക്കാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ബച്ച, കപ്പട അങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോൾ അല്ലെങ്കിൽ എഴുതുമ്പോൾ അവസാനത്തിൽ ആയുടെ ചിഹ്നമാണ് കാണുന്നുവെങ്കിൽ നിങ്ങൾക്ക് 75% നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. പിന്നീട് പുല്ലിംഗത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, പുല്ലിംഗത്തിൽ അപവാദ് എന്ന് പറഞ്ഞിട്ടൊരു രീതിയുണ്ട്. അപവാദം എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റായിട്ട് വരിക. അതായത് നമ്മൾ ആയുടെ ചിഹ്നത്തിൽ അവസാനിക്കുന്ന 75% എന്ന് പറഞ്ഞല്ലോ, അതിൽ നിന്നും വിപരീതമായി വരുന്നതിനെയാണ് അപവാദം എന്ന് പറയുന്നത്. അങ്ങനെ വരുന്ന വേർഡ്സുകളാണ് നമ്മൾ കാണാതെ പഠിക്കേണ്ടത്. അവ കാണാതെ പഠിച്ചു വെച്ചാൽ ബാക്കി വരുന്നതെല്ലാം പുല്ലിംഗത്തിൽ വരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു ഉദാഹരണം ശ്രദ്ധിക്കൂ. കക്ഷ. കക്ഷ എന്ന് പറയുമ്പോൾ ക്ലാസ്. ക്ലാസിൻ്റെ അവസാനത്തിൽ ഉച്ചരിക്കുന്നത് എന്താണ്? ആയിലല്ലേ അവസാനിക്കുന്നത്, ചിഹ്നം ആയിലല്ലേ വരുന്നത്. പക്ഷെ അത് കണ്ടിട്ട് നമുക്ക് പുല്ലിംഗമാണെന്ന് പറയാൻ സാധിക്കില്ല. അത് സ്ത്രീലിംഗ പദമാണ്. അതായത് നമ്മൾ പുല്ലിംഗം കണ്ടുപിടിക്കാൻ 75% നമുക്ക് ഷുവറായിട്ട് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യം പറഞ്ഞില്ലേ, ആയുടെ ചിഹ്നത്തിൽ അവസാനിക്കുന്നത് എന്ന്. അത്തരം വിപരീതമായി അപവാദ് എന്ന് പറയുന്ന വേർഡിൽ വരുന്ന ഒരു വേർഡാകുന്നു നമ്മുടെ കക്ഷ എന്നുള്ള വാക്ക്. അത് കാണാതെ പഠിച്ചത് കൊണ്ടാണ് എനിക്കത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കുന്നത് അത് സ്ത്രീലിംഗമാണ് എന്നുള്ളത്. ക്ലിയർ ആയില്ലേ? ഒന്നുകൂടി ക്ലിയറായി പറയുകയാണെങ്കിൽ, അതായത് നമുക്ക് കിട്ടിയിട്ടുള്ള ട്രിക്കിൽ നിന്നും അതുപോലെ വന്നാൽ പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത കുറച്ച് പുല്ലിംഗ ശബ്ദങ്ങളുണ്ട് എന്നർത്ഥം. അത്തരം വേർഡ്സുകൾ വളരെ കുറച്ചു മാത്രമേ ഉള്ളൂ. ആ കുറച്ച് അക്ഷരങ്ങളെ നമ്മൾ പെട്ടെന്ന് പഠിച്ചെടുക്കുകയാണെങ്കിൽ ബാക്കിയുള്ളത് എല്ലാം പുല്ലിംഗമാണെന്ന് നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ സാധിക്കില്ലേ? അപ്പോൾ അതിനുള്ള എളുപ്പവഴി എന്താണ്? പുല്ലിംഗത്തിൽ വിപരീതമായി വരുന്ന, പുല്ലിംഗ ചിഹ്നത്തിൽ വിപരീതമായി വരുന്ന ആ വേർഡ്സുകൾ പെട്ടെന്ന് പഠിച്ചെടുക്കുകയല്ലേ ഏറ്റവും എളുപ്പം. അപ്പോൾ നമ്മുടെ എക്സാമുകളിൽ ഇങ്ങനെയുള്ള വിപരീതമായിട്ടുള്ള വേർഡ്സുകൾ തന്നിട്ടാണ് നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതും നമുക്ക് ആൻസേഴ്സ് ചെയ്യാനുണ്ടാവുക. അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. പുല്ലിംഗത്തിന് കുറച്ച് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. കപ്പട, ലോട്ട, ചമട, പൈസ, ഘട. കപ്പട വസ്ത്രം, മോട്ട, മൊന്ത അല്ലെങ്കിൽ മുരട എന്നൊക്കെ പറയും. ചമട എന്ന് പറഞ്ഞാൽ തോൽ, അതുപോലെ തന്നെ പൈസ എന്ന് പറഞ്ഞാൽ പൈസ, ധനം എന്നൊക്കെ അർത്ഥം. ഘട എന്ന് പറഞ്ഞാൽ കുടം. ഞാൻ പറയാൻ പോകുന്നത് പുല്ലിംഗത്തിൻ്റെയും സ്ത്രീലിംഗത്തിൻ്റെയും ഏകവചനവും ബഹുവചനത്തിൻ്റെയും ഒക്കെ സിമ്പിൾ ട്രിക്സ് ആണ്. പുല്ലിംഗത്തിൻ്റെയും സ്ത്രീലിംഗത്തിൻ്റെയും ഏകവചനവും ബഹുവചനത്തിൻ്റെയും ഒക്കെ ചിഹ്നവും എല്ലാം ക്ലിയർ ആയിട്ട് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുകയാണ്. പുല്ലിംഗം ഏകവചനത്തിൽ ആയുടെ ചിഹ്നം, അതുപോലെ തന്നെ പുല്ലിംഗം ബഹുവചനത്തിൽ എയുടെ ചിഹ്നം, അതുപോലെ തന്നെ സ്ത്രീലിംഗം ഏകവചനത്തിൽ ഈയുടെ ചിഹ്നം, അതുപോലെ തന്നെ സ്ത്രീലിംഗം ബഹുവചനത്തിൽ ഷോർട്ട് ഇ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഷോർട്ട് ഫോം ഉപയോഗിച്ചതിന് ശേഷം പ്ലസ് യാം എന്ന് കാണാം, അല്ലെങ്കിൽ എ ചിഹ്നത്തിൻ്റെ കൂടെ തന്നെ ഒരു ഡോട്ടും കൂടി ഉണ്ടായിരിക്കണം. അങ്ങനെ വരുമ്പോൾ മാത്രമേ അത് സ്ത്രീലിംഗം ബഹുവചനമാവുകയുള്ളൂ. എയുടെ ചിഹ്നം മാത്രമാണെങ്കിൽ മനസ്സിലാക്കുക അത് പുല്ലിംഗം ബഹുവചനത്തിൽ അവസാനിക്കുന്ന വേർഡായിരിക്കും. ഇനി സ്ത്രീലിംഗവും പുല്ലിംഗവും പഠിക്കാനുള്ള ഹൈലൈറ്റ് ട്രിക്ക് ആൻഡ് മാജിക് ആണ് പറയാൻ പോകുന്നത്. അതായത് പുരുഷന്മാർക്ക് എപ്പോഴും ഒരുക്കങ്ങൾ കുറവായിരിക്കും. ഒരുക്കങ്ങൾ എന്ന് പറഞ്ഞാൽ അണിഞ്ഞൊരുങ്ങുന്നത് വളരെ കുറവായിരിക്കും. അപ്പോൾ അവരുടെ മുടി ചീകുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടോ? താഴ്ന്നു നിൽക്കുന്ന അവരുടെ മുടി, അതായത് ഏകവചനത്തിൽ നമ്മുടെ ആയുടെ ചിഹ്നം. ആ ഏകവചനത്തിലെ മുടിയെ നമ്മൾ ബഹുവചനമാക്കുന്നത് എന്താണ്? ജസ്റ്റ് ഒന്ന് മേലോട്ട് ചീകി വെക്കും. അപ്പോൾ അതിൻ്റെ എ ചിഹ്നമായി. സ്ത്രീകളാണെങ്കിൽ ശ്രദ്ധിച്ചിട്ടില്ലേ, ഒത്തിരി അണിഞ്ഞൊരുങ്ങണം. അതായത് മഫ്തയാണെങ്കിൽ വളച്ച് പിന്നൊക്കെ എടുത്ത് കുത്തി, അപ്പോൾ ആ ഈയുടെ ചിഹ്നം കണ്ടില്ലേ വളഞ്ഞു നിൽക്കുന്നത്. അതുപോലെ തന്നെ അത് ഏകവചനത്തിൽ. അപ്പോൾ സ്ത്രീലിംഗം ബഹുവചനമോ? കുറച്ച് പെണ്ണുങ്ങൾ കൂടി കഴിഞ്ഞാൽ എപ്പോഴും പറയാറില്ലേ ആണുങ്ങൾ ഒരു കാര്യം, എന്താണത്? ഒത്തിരി സംസാരമാണ്. അതുപോലെ ഒരുക്കത്തിലും അവർ പൊട്ടായിട്ടും പൊട്ടുകുത്തിയിട്ടും കണ്ണെഴുതിയിട്ടും അങ്ങനെയുള്ള കുത്തുകളും പൊട്ടും ചന്ദ്രകലയും എല്ലാം വരുന്നത് ഏതാണ്? സ്ത്രീലിംഗ പദമാണ്. ഒരുക്കം കുറഞ്ഞത് പുല്ലിംഗവും ഒരുക്കം കൂടിയത് സ്ത്രീലിംഗവും. അതിൻ്റെയൊക്കെ സിമ്പിൾ ട്രിക്കുമായിട്ട് നാളെ ഉദാഹരണ സഹിതം നിങ്ങൾക്ക് വളരെ വ്യക്തമാക്കിക്കൊണ്ട്
ഷാലു ഹിന്ദി മഞ്ച് വരുന്നതാണ്. അപ്പം തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ എല്ലാ വീഡിയോയും കാണൂ. നിങ്ങൾക്കറിയാം സ്ത്രീലിംഗവും പുല്ലിംഗവും ഒത്തിരി നമുക്ക് പഠിക്കാനുണ്ട്. അതൊക്കെ വളരെ ട്രിക്കിലൂടെയും മാജിക്കിലൂടെയും ഉദാഹരണ സഹിതം വളരെ സിമ്പിളായിട്ട് ഷോർട്ടാക്കിയിട്ട് നിങ്ങൾക്ക് ാണ്. അപ്പോൾ തുടർന്നുള്ള എല്ലാ വീഡിയോയും സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണൂ. അങ്ങനെ നിങ്ങൾ കാണുകയാണെങ്കിൽ 100ൽ 100% നിങ്ങൾക്ക് ഹിന്ദി ഈസി ആയിട്ട് എഴുതാൻ സാധിക്കും. ആ വീഡിയോ കണ്ട് എഴുതാൻ സാധിക്കുമെന്ന് ആരും കരുതരുത്. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, നന്നായിട്ട് ഉദാഹരണങ്ങൾ നോക്കി അതുപോലെ ചെയ്തു നോക്കണം. എങ്കിൽ മാത്രമേ ഏതൊരു വിഷയത്തിലും നമുക്ക് വിജയം നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ഞാൻ നിങ്ങളുടെ സ്വന്തം ശാലിനി സുജിത്ത്. See you.